ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ജനുവരി മുതൽ ഏപ്രിൽ വരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഒരു വർക്ക് എൻക്വയറി പോലും വരാഞ്ഞത്. ഇതെനിക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നൊരു പ്രൈവറ്റ് വർക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഫേസ് റിവീൽ ചെയ്ത് തന്നെ വീഡിയോ എടുത്തിരിക്കണേ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് സെയിം കസ്റ്റമർ എന്നൊരു വർക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് പ്രൈവറ്റ് വർക്ക്സിനെ കുറിച്ചാണ്. 2026 ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം ഒരു 10 വർക്ക് ഞാൻ ചെയ്തിരുന്നു. ബട്ട് ഇതെല്ലാം ഒരു സ്റ്റോറി പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം ഏറെക്കുറെ ഒരു ഫ്രീസായ അവസ്ഥയിലായിരുന്നു. പ്രൈവറ്റ് വർക്ക്സ് കുറേ ആർട്ടിസ്റ്റുകൾ എടുക്കാത്തതിൻ്റെ പ്രധാന റീസണും ഇത് തന്നെയാണ്. കാരണം ലാലേട്ടൻ പറഞ്ഞ പോലെ നമ്മളിവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നും നമുക്കിങ്ങനെ ചില പരിപാടികളുണ്ടെന്നും വേറെ ചില ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ കൂടെയാണ്. നമ്മുടെ വർക്ക് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഷെയർ ചെയ്യുന്ന വഴിയാണ് കുറേ പേര് നമുക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വർക്ക് ചെയ്തത്. സോ അപ്പോൾ ഇങ്ങനെ പ്രൈവറ്റ് വർക്ക് ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടമാണ് അത് പ്രൈവറ്റ് ആക്കണോ പബ്ലിക് ആക്കണോ എന്നുള്ളതെല്ലാം. പക്ഷേ ഇതിവിടെ പറയാനുള്ള കാരണം ഇങ്ങനെയൊരു പ്രോബ്ലം ആർട്ടിസ്റ്റുകൾ ഇതുമൂലം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ആൻഡ് ഓൾസോ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്.